5 ദിവസമായി കുടിവെള്ള പൈപ്പ് പൊട്ടി ഒഴുകിയിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. കാട്ടാക്കട വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിന് സമീപമാണ് 5 ദിവസമായി കുടിവെള്ള പൈപ്പ് പൊട്ടി ഒഴുകുന്നത്. കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിക്ക് മുമ്പിലായാണ് ഈ പൊട്ടൽ ഇപ്പോൾ ഉള്ളത്. നാട്ടുകാർ വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. തൊട്ടടുത്ത ഗവൺമെന്റ് ആശുപത്രിയിൽ പോലും കുടിവെള്ളം കിട്ടാത്ത സാഹചര്യത്തിലാണ് 5 ദിവസമായി ജലം പാഴാകുന്നത്. ഇതിനിടയിൽ പൈപ്പ് പൊട്ടിയുണ്ടായ കുഴിയിൽ ഒരു ഓട്ടോറിക്ഷ വീഴുകയും ചെയ്തു. ജനങ്ങൾക്ക് ദുരിതമായി മാറിയിരിക്കുന്ന ഈ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചോദിച്ചോക്ക് എത്ര ദിവസമായത്? എന്ന് പറഞ്ഞിട്ട് മൈൻഡില്ലേ പിന്നെ ഇത് 5 ദിവസമായി ഇത് പൊട്ടിയിട്ട്. ഞാൻ ഒരു പ്രാവശ്യം ചെന്ന് പറഞ്ഞു, പിന്നെ ഇവിടെ നിന്ന് ആരൊക്കെ വിളിച്ചു പറഞ്ഞു, എന്നിട്ടും ഇതുവരെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഗവൺമെൻറ് ആശുപത്രിയിൽ അടുത്താണ്, വാട്ടർ അതോറിറ്റിയിലെ തൊട്ടടുത്താണ്. ഇതിലപ്പുറം നമുക്കൊന്നും ചെയ്യാൻ നോക്കില്ല. ഒരു ഓട്ടോ ഇപ്പോൾ ഇവിടെ ചാരിയേ ഉള്ളൂ, വിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇഷ്ടംപോലെ ആളുകൾ നടന്നു പോകുന്നു. ഒന്നാമത് വഴി സൗകര്യം കുറവാണ്, റോഡ് പണി നടക്കുകയാണ്, എന്നിട്ടും അത് ക്ലിയർ ആയിട്ടില്ല. ഇതുവരെ അത് ക്ലിയർ ആയിട്ടില്ല. പൈപ്പിന്റെ പണി കഴിഞ്ഞിട്ട് എത്ര നാളായി? ഏകദേശം ഒരു 20 ദിവസം വരെയായി. എത്രയും പെട്ടെന്ന് വേണ്ടതൊക്കെ അത് ക്ലിയർ ചെയ്ത് പോകണമെന്നാണ് അഭിപ്രായം. ഒന്നാമത് കടയടയാണ്, ഇവിടെ 2-4 ചരക്ക് വീഴുകയും ചെയ്തു. ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ പൊട്ടി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ പിള്ളേർ പോകുമ്പോൾ, വണ്ടികൾ പോകുമ്പോഴത്തേക്കും പിള്ളേരെ ദേഹത്ത് വെള്ളവും ചെറിയ തെറിക്കുന്നു. പിന്നെ അത് വെച്ച് ഓട്ടോറിക്ഷ വണ്ടികളൊക്കെ അവിടെ പുറയുന്നു. ഇവിടെ കുടിവെള്ളത്തിന് ആളുകൾ നെട്ടോട്ടം ഓടണം. ഈ വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴിയാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കൂടുതലായി. ആരും തിരിഞ്ഞു നോക്കാമല്ല. അതും വാട്ടർ അതോറിറ്റിയുടെ തൊട്ട് മുമ്പേ ഗവൺമെൻറ് ആശുപത്രിയിൽ വെള്ളം ഇല്ലാതെ ആളുകൾ ഇടന്നു പോകും. നടയിൽ വെള്ളം പൊട്ടി ഒലിക്കും. അവർ അറിയിച്ചില്ലായിരുന്നു? ആരോഗ്യ പോയി പറഞ്ഞെന്ന് പറയണേ. എന്നിട്ടും അവർ പറയുന്ന പരാതി എഴുതി കൊടുത്താലേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇതിന് വേണ്ട നടപടി ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കും.